വ്യസന സമേതം ബന്ധുമിത്രാദികളുടെ ഡയറക്ടർ എസ് വിപിൻ നമ്മുടെ കൂടെ. ഹായ് വിപിൻ. മലയാളത്തിലേക്ക് ഒരു പുതിയ സംവിധായകൻ വരികയാണ്. ഈ ആദ്യ സിനിമ എന്ന് പറയുമ്പം ഒരു വല്ലാത്ത ജോണറാണ് അല്ലേ? പ്രൊഡ്യൂസർ പറയുന്നത് ഒരു ബ്രൂട്ടൽ കോമഡിയാണെന്ന്. ഒരു ട്രാജഡി കം കോമഡി ജോണർ എന്ന് പറയുന്നത് ചെയ്ത് ഫലിപ്പിക്കാൻ ഭയങ്കര പ്രയാസമുള്ളൊരു ജോണറാണ്. ഇത് ചെയ്യാനൊരു ധൈര്യം ഇടുന്നായിരുന്നു? അത് എൻ്റെ ഷോർട്ട് ഫിലിമിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ്. ഓക്കെ, പൊതുവെ സംസാരിക്കാൻ. ഓക്കെ, ഷോർട്ട് ഫിലിമിൻ്റെ ഐഡിയ ഇത് തന്നെയായിരുന്നു? ഇല്ല, അതിൻ്റെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഷോർട്ട് ഫിലിമും സിനിമയുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ആ ഓണർ വേണമെങ്കിൽ നമുക്ക് ഏതാണ്ട് സമാനമായ ഓണർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ ഒരു ബന്ധം മാത്രമാണുള്ളത്. ഒരു വക്കീലായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളോട് കടന്നൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലെ? മരണം, അതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെ. അല്ലല്ല, അത് എൻ്റെ ഈ വക്കീൽ പണി ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. എൻ്റെ നാട്ടിൽ ഉള്ള സംഗതികളാണ്. ഞാൻ വളരെ സജീവമായിട്ട് നാട്ടിലെ പരിപാടികളിലൊക്കെ ഇടപെടുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ ചെറുതിലേ മുതലേ കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം ഫണ്ടൊക്കെ മരണ വീട്ടിൽ സംഭവിക്കാറുണ്ട്. ഫണ്ടെന്നല്ല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മരണ സംഭവിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഹ്യൂമർ കൂടി ചേർത്ത് ചെയ്യാന്നുള്ള ഒരു ഐഡിയ. അതെ, ഇതിനകത്ത് കഥാപാത്രങ്ങളെല്ലാം വളരെ സീരിയസ് ആണ്. പക്ഷെ അത് കിട്ടുന്ന റിസൾട്ട് പ്രേക്ഷകന് ഹ്യൂമർ ആയിരിക്കും എന്നുള്ളതാണ്. സിറ്റുവേഷണൽ കോമഡിയാണ്. ഓക്കെ, ഇതിൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പല ജനറേഷനിലുള്ളവരുണ്ട്. ഇപ്പൊ മല്ലിക സുകുമാരൻ മുതൽ അനശ്വര വരെ, അതിനിടയ്ക്ക് അസീസ്, ആ ഒരു ടീമുണ്ട്, ബൈചേട്ടനുണ്ട്. അപ്പം ഇവരുടെയൊക്കെ ഒരു അസോസിയേഷൻ വരുമ്പം എത്രത്തോളം ആക്റ്റീവ് ആയിരുന്നു ആ സെറ്റും? പിന്നെ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതെങ്ങനെയുണ്ട്? സെറ്റ് വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞങ്ങൾ പ്രധാനമായിട്ടും ഒരു വീട്ടിലും അതിന്റെ പരിസരത്തുമായിട്ടാണ് കഥ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരിടത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് അതൊരു പ്രത്യേകതയായിരുന്നു. ഇപ്പം എല്ലാവരും എല്ലാ ദിവസവും പരസ്പരം കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. പിന്നെ എന്താണ്, ഒരു കുടുംബം പോലെയായിരുന്നു. ഈ 42 ദിവസത്തെ ഷൂട്ട് പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എല്ലാ പ്രായത്തിലുള്ളവരും അവരുടെ പേഴ്സ്പെക്റ്റീവും ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. ഓരോരുത്തരും ഓരോ സംഭവങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത്. ഒരു ജെൻസി ആയിട്ടുള്ള ഒരാളെങ്ങനെ നോക്കിക്കാണുന്നു, 60 വയസ്സായാലും എങ്ങനെ നോക്കിക്കാണുന്നു, ഇതൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാ പ്രായത്തിലുള്ളവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സംഗതികളും ഉണ്ട്. ചെറുപ്പക്കാർക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സംഗതികളും സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ എഴുത്ത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഈ എഴുതി തീർത്തിട്ട് പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് പോവുകയായിരുന്നോ, അല്ലെങ്കിൽ ഒരു ഐഡിയ പിച്ച് ചെയ്ത് പിന്നെ അത് വർക്ക് ചെയ്യായിരുന്നോ? അല്ല, പൂർണ്ണമായിട്ടും ഞാൻ എഴുതി പൂർത്തിയാക്കി കുറേ പ്രൊഡ്യൂസർമാരുടെ അടുത്ത് പോയി പിന്നീട് വിപിൻ ദാസ് ഗോവിന്റെ അടുത്തേക്ക് എത്തുകയായിരുന്നു. പൂർണ്ണമായിട്ട് എഴുതി തീർത്ത തിരക്കഥയുമായിട്ടാണ് ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറാണ്. ഷോർട്ട് ഫിലിമാണ് ആദ്യം ചെയ്തത്. എഴുത്തൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായിട്ട് സിനിമയ്ക്ക് വേണ്ടി നടക്കുക? സിനിമയ്ക്ക് വേണ്ടി നടന്നത് ഷോർട്ട് ഫിലിമിന് ശേഷം ഉള്ള സമയമാണ്. അതായത് 2020 ഞാൻ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നത്. 2021 അത് റിലീസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സിനിമ എഴുത്ത പരിപാടികളൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ഫിലിമിന്റെ സീക്വൽ ചെയ്യുന്നു. പിന്നെ സിനിമാക്കാർക്കിടയിൽ നിന്ന് തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞാൻ ശരി നമുക്ക് ഇതിലൊന്ന് നോക്കാം. നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ട്രൈ ചെയ്യുന്നത് ഇപ്പോഴാണ്. അത് ലോക്ക്ഡൌൺ സമയം വന്നപ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിലൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് സിനിമ പഠിക്കാൻ തുടങ്ങുകയായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് 2020 ഷൂട്ട് ചെയ്യുന്നത്. 2021 ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നു. പിന്നെ വക്കീൽ പണിയൊക്കെ തൽക്കാലം മാറ്റിവെച്ചു. ഇതിനകത്തൊരു സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ സിനിമ ഒരു പ്രൊജക്റ്റ് ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഗതി എല്ലാ ദിവസവും ചെയ്യുന്ന മാതിരി കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ പിന്നിൽ നിന്നു. അത് വന്നിട്ട് 2024 ഒക്ടോബർ ആകുമ്പോഴേക്കും വിപിൻ ദാസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. നവംബറിൽ ഷൂട്ട് തുടങ്ങുന്നു. ഒരു വർഷമല്ല, 2024 ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തുന്നു. നവംബർ 15 ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നു. വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ, ഒരു ബാക്കപ്പ് ഉള്ള പ്രൊഡ്യൂസർ ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് പിന്നെ അതൊരു വലിയ കാര്യമാണ്. അത് പിന്നെന്താണ്, ഒന്ന് പെട്ടെന്ന് പ്രൊജക്ട് ഓണായി അല്ലെങ്കിൽ ഓണാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു ടീം സെറ്റാണ് എപ്പോഴും. ടെക്നീഷ്യന്മാരാണെങ്കിലും ഒക്കെ സെറ്റാണ്. അവരിൽ ആര് വേണം എന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ളൊരു സംഗതിയായിരുന്നു. അപ്പൊ എഴുതുമ്പോൾ തന്നെ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശം? അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, ഈ എഴുത്തിന് പൊതുവെ സമയം എടുക്കാറുണ്ടോ? എഴുത്തിന് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയാക്കാൻ അങ്ങനെ ഒത്തിരി സമയമൊന്നും എടുത്തില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 മാസമൊക്കെ തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ഞാൻ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ സമയത്തും ചിലപ്പോൾ നമ്മൾ പോയിട്ട് സ്ക്രിപ്റ്റ് ഒന്നിങ്ങനെ പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ ഭാഗം അത്ര കൊള്ളില്ല, അത് അവർ ചിരിച്ചില്ലല്ലോ, അപ്പോൾ അവിടെ എന്തോ ഒരു തകരാറുണ്ട്, അല്ലെങ്കിൽ ഇന്ന
തരത്തിലുള്ള ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനുള്ള സംഗതി ഇതിനകത്ത് കുറവാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെയുള്ള ആലോചനകളിൽ വീണ്ടും വീണ്ടും മാറ്റി മാറ്റി പല ഡ്രാഫ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പല സമയങ്ങളിലായിട്ട് എഴുതി വന്നതാണ്. അങ്ങനെ കുറേ ഡ്രാഫ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഈ മനസ്സിലുള്ള സിനിമകളുടെ ഒരു പൊതു സ്വഭാവം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏത് തരം സിനിമകൾ ചെയ്യണം, എങ്ങനെയാണ് ആഗ്രഹം? അല്ല, സത്യത്തിൽ ഞാൻ എഴുതി തുടങ്ങുമ്പോഴേ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനൊരു സിനിമ ഇല്ലല്ലോ. അപ്പം ഞാൻ എഴുതുന്നതിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം സാധാരണ ഉള്ള സിനിമകളുടെ പാറ്റേണിൽ എൻ്റെ എഴുത്ത് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കും. എന്നിട്ട് നമ്മൾ സാധാരണ കാണുന്ന സിനിമകൾ പോലെ എഴുതാനുള്ള ശ്രമം മനഃപൂർവ്വമായിട്ട് നടത്തും. പക്ഷെ അതങ്ങോട്ട് വർക്കാവുന്നുമില്ല. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ നോക്കണ്ട, എനിക്ക് എന്താണോ ഇഷ്ടം അതങ്ങ് എഴുതാം എന്ന് വിചാരിച്ച് ചെയ്തൊരു സംഗതിയാണിത്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നായകൻ എന്ന് പറയാവുന്ന സംഗതിയോ നായകത്വമോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു നായകൻ കോൺസെപ്റ്റിൽ വികസിക്കുന്ന കഥയല്ല. അല്ലല്ല. പക്ഷെ അതേസമയത്ത് തന്നെ ഈ ഒരു മരണ വീട്ടിലൊരു ലവ് ട്രാക്ക് ഒക്കെ പോകുന്നുണ്ട്. ഇപ്പൊ സിജു അനശ്വരയുടെ ക്യാരക്ടർ നോക്കി പറയുന്ന ചില ഡയലോഗ്, അപ്പൊ നമുക്ക് അയക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ രീതിയിൽ പോകുന്നുണ്ട് അല്ലേ? അതൊക്കെ തീർച്ചയായും പോകുന്നുണ്ട്. അപ്പൊ മറ്റു സിനിമകളുടെ റെഫറൻസ് ഒന്നും ഇല്ലാതെ ഒരു മനസ്സിൽ എന്ത് തോന്നി അത് ജെന്യുവനായി പുതുമയോടുകൂടി എഴുതുക എന്നുള്ളതാണ്. എഴുതുക. ഞാൻ കണ്ടിട്ടുള്ള കുറെ കാഴ്ചകൾ അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ ഇന്ന സംഗതികളൊക്കെ വന്നാൽ നന്നാവും എന്നൊക്കെയുള്ള തോന്നലുകളാണ്. അപ്പൊ ഇതിനകത്ത് എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നുമില്ല. ഇത് ഇപ്പൊ ഞാൻ ചെന്ന് പറയുന്ന ആൾക്കാർ ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ കോൺഫിഡൻസ്. അവര് ചിരിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമാണ്. ഇവൻ ഏതാണ്ട് ഈ ജോണറിൽ ഇന്നൊരു സാധനം ചെയ്തിട്ടുണ്ട്, അത് വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളവർക്ക് ഓക്കെ, ഇയാൾ പറയുന്ന സ്ക്രിപ്റ്റിലും ഒരു കോൺഫിഡൻസ് വരും. പിന്നെ വിപിൻ പ്രഭയും കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴേക്കും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയി. അതിനകത്ത് എന്തോ ഉണ്ട്, അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതെനിക്ക് അങ്ങനെയാണ് ശരിക്കും ഉണ്ടായത്. അപ്പോൾ ഈ ഒരു മാസം കൊണ്ട് ആർട്ടിസ്റ്റിനൊക്കെ എല്ലാം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നായിരുന്നു. ആർട്ടിസ്റ്റിനോടൊക്കെ നറേറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ തന്നെയായിരുന്നു. അതിനകത്ത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ വീട് കിട്ടാനായിട്ട് കുറച്ച് ഏതാണ്ട് 3 ആഴ്ചയോളം അതിന് വേണ്ടിയിട്ട് പോവേണ്ടി വന്നു. ഏറ്റവും അവസാന ദിവസങ്ങളിലാണ് വീട് സെറ്റ് ആവുന്നത്. എനിക്ക് തോന്നുന്നൊരു ഷൂട്ട് തുടങ്ങാൻ ഒരു 5-6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇവിടെയാണ് നിലയ്ക്ക് ആയത്. അപ്പം വളരെ പെട്ടെന്ന് സംഭവിച്ചൊരു സിനിമ. ആഫ്റ്റർ ഈ സിനിമ മറ്റെന്തെങ്കിലും ആലോചനകളുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത സ്ക്രിപ്റ്റും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റെഡി ആയിട്ടാണോ? നേരത്തെ തന്നെ ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഏതാണ് പിച്ച് ചെയ്തിട്ട് ക്ലിക്ക് ആവുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം വേറൊരു സാധനം കൂടെ പാരലലിലേക്ക് എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പരിപാടികളൊക്കെ ഇനി നോക്കണം എന്നുള്ളതാണ്. അതെന്ത് ജോണറാ പറയാൻ പറ്റുമോ? അതും തമാശ തന്നെയാണ്. അതും ഒരു നാട്ടിൻപുറം സിനിമ തന്നെയാണ്. നാടെവിടെ ശരിക്കും? ട്രിവാൻഡ്രം തന്നെ. തോന്നിക്കൽ എന്ന് പറയുന്ന ഇതിലെ ക്യാരക്ടേഴ്സും തോന്നിക്കൽ ബേസ് ആണല്ലോ. തോന്നിക്കൽ ബേസ് അവിടെ നടക്കുന്ന കഥയായിട്ടാണ്. അപ്പൊ അവിടുത്തെ ഒരു ശൈലിയാണ്, സ്ലാങ് ഒക്കെ അതിനകത്തുള്ളത്. ഓക്കെ. അപ്പോൾ സിനിമ പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിക്കട്ടെ, വലിയ ഹിറ്റ് ആവട്ടെ. മലയാളത്തിന് കിട്ടിയ പുതിയ സംവിധായകനാണ്. നിറയെ സിനിമകളായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്.